Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് വിളിച്ച് ചേർത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പല തിരക്കുകൾക്കിടയ്ക്കായിരിക്കും ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. അല്പസമയം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ത്യാഗമെടുത്ത് വില കൊടുത്ത് നമ്മൾ പങ്കെടുക്കാൻ പോവാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ ഈ സമയം പ്രാർത്ഥിക്കണം. സെഹിയോൻ മാളികയിൽ പറന്നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലേക്കും പറന്നിറങ്ങാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. അത്ഭുതകരമായ ദൈവശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. രോഗശാന്തികളും മനസ്സിൻ്റെ ഭാരങ്ങളും കർത്താവ് അകറ്റട്ടെ. വലിയ വിടുതലുകൾ കർത്താവിൻ്റെ ആത്മാവ് സമ്മാനിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. കൈകൾ അടിച്ച് നമുക്ക് ചേർന്ന് പാടാം. ആമേൻ. സിഹിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളിൽ അഗ്നിനാളമായി നിറഞ്ഞവനെ, നിത്യജീവനായി അണഞ്ഞവനെ, പറന്നിറങ്ങി വരണേ. സിഹിയോൻ മാളികയിൽ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല ഗണങ്ങളിൽ പറന്നിറങ്ങിയതുപോലെ അഗ്നിനാളമായി നിറഞ്ഞവനെ, നിത്യജീവനായി അണഞ്ഞവനെ, ഈ സമയം തന്നെ പറന്നിറങ്ങി വരണേ. കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് ആമേൻ, ആമേൻ. വരമാരി ചൊരിയണമേ. ഇന്നീ കൂട്ടായ്മയിൽ, ഇന്നീ ഹൃദയങ്ങളിൽ ഈ സമയം തന്നെ നിറഞ്ഞു കവിയണമേ. യേശുവേ, ഇന്നീ കൂട്ടായ്മയിൽ വരമാരി ചൊരിയണമേ. എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ഹൃദയങ്ങളിൽ ആമേൻ. നിറഞ്ഞു കവിയണമേ. ഓ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് കുടുംബങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കൈകളൊക്കെ ഒന്ന് കൂപ്പിപ്പിടിച്ചൊന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ച് ചേർക്കുക ഈ ശുശ്രൂഷയിലേക്ക് വേണ്ടി. എന്നിട്ട് സ്നേഹത്തോടെ അവരുടെ മുഖത്ത് ആരെ കാണണം? ഈശോയെ കണ്ടോണ്ട് അവരോട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സ്വസ്ഥമായിട്ടിരുന്ന് നോട്ട്ബുക്കൊക്കെ എടുത്ത് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം നൽകുമ്പോൾ അത് എഴുതിയെടുത്ത് പഠിച്ച് പ്രാർത്ഥിക്കണം. ദി കിങ്ഡം ഓഫ് ഗോഡ് എന്ന ദൈവരാജ്യ ശുശ്രൂഷ വചനം പഠിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുന്ന ശുശ്രൂഷയാണ്. അതിനാണ് കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സുന്ദരമായ ദൈവവചനം, അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 16 വരെ. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 13 to 16, 13 മുതൽ 16 വരെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വചനം ഇത് അനേക കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു വചനമാണ്. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. വചനം ഇങ്ങനെയാണ്: യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ
ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഈ വചനവും എൻ്റെ കുടുംബജീവിതവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അല്ലേ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ വ്യക്തിബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുന്നൊരു വചനമാണ്. അപ്പം ഈ വചനത്തിൽ എന്താണ് അതിനുള്ള ഒരു ബന്ധം? അല്ലേ? എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നത്? ഒരു അസസ്മെൻറ്റ്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഇപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുറേ ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കളൊക്കെ ഉണ്ടല്ലോ. ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അസസ്മെൻറ്റ് നമ്മൾ നടത്തണം. ഭർത്താക്കന്മാരെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് ചോദിക്കണം, എടി എന്നെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കണം. എന്നെക്കുറിച്ച്, എൻ്റെ രീതികളെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ? ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഭാര്യമാർക്ക് സന്തോഷമായി. കാരണം ഭർത്താവ് ഇങ്ങോട്ട് ചോദിക്കുമല്ലോ. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഭാര്യമാരെ, നിങ്ങൾ ചോദിക്കണം ഭർത്താവിനോട്. എന്ത് ചോദിക്കണം? ചേട്ടാ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതിയോ? പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റികളിലൊക്കെ ആയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അസസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചോദിക്കണം, മുഖത്ത് നോക്കി സംസാരിക്കണം. നമ്മളൊരാളോട് ചോദിക്കുകയാണ്, എന്താണ് എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇത് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പം എന്താണെന്നറിയാവോ? നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. ഇത് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കണം, മുഖത്ത് നോക്കി തന്നെ സംസാരിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പം ഇല്ലാത്തതും ഈ മുഖത്ത് നോക്കി സംസാരമാണ്. ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ വീട്ടിൽ പരസ്പരം മുഖത്ത് നോക്കി സംസാരം ഉണ്ടോ? എല്ലാവരും മൊബൈൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിലൊക്കെ കുടുംബ പ്രാർത്ഥന, എന്നാ രസമായിരുന്നെന്നറിയോ? കുടുംബ പ്രാർത്ഥന സമയത്ത് വീട്ടിൽ ആ പ്രാർത്ഥനാ സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പായ ഉണ്ടായിരുന്നു. പ്രാർത്ഥന പായ, അത് ചുരുട്ടി മൂല വെച്ചിട്ടുണ്ടാവും. പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വിരിക്കും. എന്നിട്ട് അവിടുത്തെ വന്ന് മുട്ടുകുത്തും. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന്, വട്ടത്തിലിരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറയും. അല്ലേ? നാട്ടുകാരും വീട്ടുകാരും ഇടവക വികാരിയച്ഛനെ കുറിച്ച്, കന്യാസ്ത്രീമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ വർത്താനം പറയും. അന്ന് മൊബൈലില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്താണ്, അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ വലിയ ഒരു സൗഖ്യം സംഭവിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ആരും തന്നെ മുഖത്ത് നോക്കി ഇപ്പോൾ സംസാരം കുറഞ്ഞു. എല്ലാവരും മൊബൈൽ നോക്കിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ അവിടെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് വലിയ സങ്കടത്തോടു കൂടി പറയുക, അച്ഛാ, എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, ഒരു ഉദാഹരണം പറഞ്ഞേ. ഉദാഹരണത്തിന്, അച്ഛാ, ഭക്ഷണം കഴിക്കുന്ന സമയം, അച്ഛാ, ഞാനും ആ മനുഷ്യനും മാത്രമേ ഉള്ളൂ. 2 മക്കളുണ്ട്, രണ്ടും കാനഡയിലാണ്. അച്ഛാ, ഞാൻ ഈ മനുഷ്യന് വേണ്ടി വെച്ച് വിളമ്പിയിട്ടാണ് വീട്ടിൽ താമസിക്കുന്നത്. ഉച്ചഭക്ഷണമാവട്ടെ വൈകുന്നേരമാവട്ടെ ഏത് സമയത്തും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മേശപ്പുറത്ത് വിളമ്പ് ഞാൻ വെച്ചു കൊടുക്കണം. അപ്പോൾ വെച്ച് വിളമ്പി കൊടുക്കുന്നു. അദ്ദേഹത്തിന് മൊബൈൽ വെക്കാൻ ഒരു സ്റ്റാൻഡുണ്ട്. അവിടെ കൊണ്ട് ഈ മൊബൈൽ അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഞാൻ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്, ഞാൻ കഴിച്ചോ, ഭക്ഷണം എങ്ങനെയുണ്ട്, ഇതൊന്നും നോക്കത്തില്ല അച്ഛാ.
ആ യൂട്യൂബ് നോക്കിക്കൊണ്ട് വല്ലവരുടെയും വാർത്തയും അതും ഇതൊക്കെയാണ്. അതും കണ്ടുകൊണ്ട് ഈ ഭക്ഷണം കൊടുക്കുന്ന മുഴുവൻ കഴിച്ചിട്ട് പോകും. ഉപ്പുണ്ടോ മുളകുണ്ടോ രുചിയുണ്ടോ അതൊന്നും വിഷയമല്ല, അത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അച്ഛാ, എന്നെ ഒരു തരി ശ്രദ്ധയില്ല. എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ്, അച്ഛാ, എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ഈ പശുവിനെ ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നു. അതിന് പിണ്ണാക്കും കാടിവെള്ളമൊക്കെ ഞാനിങ്ങനെ ബക്കറ്റിൽ കലക്കി കൊടുക്കും. അപ്പോൾ ഈ പശു വന്നിട്ട് അതിങ്ങനെ ആദ്യം ഒന്ന് മൊത്തും. അതിനുശേഷം ഉണ്ടല്ലോ എൻ്റെ അച്ഛാ അതിങ്ങനെ തല ഉയർത്തി എന്നെ നോക്കും. എൻ്റെ അച്ഛാ, ആ ഒറ്റ നോട്ടം മതിയായിരുന്നു, ഭയങ്കര സന്തോഷം അച്ഛാ. ആ പശു നോക്കിയതുപോലെയെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ നോക്കിയിരുന്നെങ്കിൽ. അച്ഛാ, ഒരു ശ്രദ്ധയും എനിക്കില്ല. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇത് ആരെക്കുറിച്ചാണ് പറയണേ? നിന്നെക്കുറിച്ചാണ് പറയണേ, എന്നെക്കുറിച്ചാണ് പറയണേ. നിന്റെ കുടുംബത്തിൽ നീ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ടോ, പരിഗണിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, മുഖത്ത് നോക്കി അവരെ കേൾക്കുന്നുണ്ടോ? അനേക കുടുംബങ്ങളിൽ ബന്ധങ്ങൾ തകരാൻ കാരണം പരസ്പരം കേൾക്കുന്നില്ല. ഈശോ പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് നീ കുടുംബാംഗങ്ങളോട് ചോദിക്കണം, എൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്, എൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയുണ്ട്. സംസാരിക്കണം, മുഖത്ത് നോക്കി സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ നാളിൽ ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഭർത്താവ് എന്നോട് പറയാം, അച്ഛാ, ഇവൾക്ക് എപ്പോഴും പരാതിയാണ്, ഇവൾക്ക് എന്തിൻ്റെ കുറവാന്നാണ് പറയണത്, ഇവൾക്ക് എന്തിൻ്റെ കുറവാ വീട്ടിൽ. അപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛാ, ശരിയാ ചേട്ടൻ പറയുന്നത്, സാധനങ്ങളൊക്കെ മേടിച്ചു തരും, അത് മാത്രമല്ലല്ലോ അച്ഛാ സ്നേഹപൂർവ്വം പെരുമാറ്റം. അപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, ദേ ചോദിച്ചു നോക്ക്, ഇപ്പോഴും കല്യാണത്തിൻ്റെ അന്ന് മുതൽ ഞാൻ ഇവളെ മോളെ എന്നാണ് വിളിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഒരു വാക്കുപോലും ഞാൻ വിളിക്കത്തില്ല അച്ഛാ. ഇപ്പോഴും ഞാൻ സ്നേഹത്തോടെ, എടി നിന്നെ ഞാൻ മോളെ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഭാര്യ പറയാണ്, ശരിയാ അച്ഛാ, ഇപ്പോഴും മോളെ എന്നാണ് വിളിക്കുന്നത്, പക്ഷേ ആ മോളെ എന്ന് വിളിക്കുന്നതിന് മുമ്പും ശേഷവും വേറെ ചില വാക്കുകളും കൂടെ ചേർക്കും. അച്ഛാ, അത് കേൾക്കുമ്പം സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്കൊക്കെ കാര്യം മനസ്സിലായില്ലേ? അതായത് ജീവിതത്തിൽ പരസ്പര ബന്ധം നഷ്ടപ്പെടുന്ന എപ്പോഴാ? പരസ്പരം കേൾക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ. കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അനേക കുടുംബങ്ങളിൽ അനേക സ്ത്രീകൾ, ഭാര്യമാർ, അമ്മമാർ വലിയ ഡിപ്രഷനൊക്കെ അനുഭവിച്ചതിനും അതോടൊപ്പം തന്നെ തെറ്റായ സ്നേഹബന്ധങ്ങൾക്ക് പോയതിൻ്റെ പിന്നിലുള്ള കാരണം എന്നാണെന്നറിയാവോ? കേൾക്കാനായിട്ട് ഭർത്താക്കന്മാർ നിന്നുകൊടുത്തില്ല. നിങ്ങൾ നിന്നുകൊടുത്തില്ലെങ്കിൽ നാട്ടുകാർ പലതും കേൾക്കാൻ തയ്യാറാവും, അവരതിൻ്റെ പുറകെ പോവും. മറ്റുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാതിരിക്കാൻ എന്തു ചെയ്യണം? നിങ്ങൾ തന്നെ ജീവിത പങ്കാളിയെ കേൾക്കാൻ മനസ്സ് കാണിക്കണം. നാളുകൾക്ക് മുമ്പ് ഒരു ഭർത്താവ് പറഞ്ഞത്, അച്ഛാ, കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൾ പറയുന്ന ഒരു സെൻറ്റൻസും അടുത്ത സെൻറ്റൻസും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, ബെല്ലും ബ്രേക്കും ഉണ്ടാവുകയില്ല, പക്ഷേ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ചിലപ്പോൾ പറഞ്ഞു തുടങ്ങുന്നതും പിന്നീട് പറയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുകയില്ല, പക്ഷേ കേൾക്കാൻ മനസ്സുണ്ടായിരിക്കണം. ചില ഭർത്താക്കന്മാർ നിന്നു കൊടുക്കാത്തത് കാരണം ഭാര്യമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലേ? അതുകൊണ്ടാണ് ഒരു മാസം കഴിഞ്ഞിട്ടേ പിന്നെ അടുത്ത വിശേഷത്തിന് കൈ കിട്ടുള്ളൂ. കാരണം എന്താ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? പരസ്പരം കേൾക്കാൻ മനസ്സുണ്ടായിരിക്കണം. ഈ ശുശ്രൂഷ സമയത്ത് ഒരു തീരുമാനം തന്നെ എടുക്കണം. എന്തിനു വേണ്ടി? എല്ലാ ദിവസവും ഭാര്യ ഭർത്താക്കന്മാരെ ഒരു 5 മിനിറ്റെങ്കിലും, ഒത്തിരി ഒന്നുമല്ല, ഒരു 5 മിനിറ്റെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കണം. കാരണം മുഖത്ത് നോക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്, എഴുതി വച്ചിരിക്കുന്നത് വായിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നീ എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും, നീ വീട്ടിലെ ഭൗതികമായ കാര്യങ്ങളെ കൊടുക്കുന്നുണ്ടാവും. അതല്ലല്ലോ ബന്ധമെന്ന് പറയുന്നത്. എപ്പോഴാ? മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കണം. അധിക ദിവസങ്ങളായിട്ടില്ല, ഒറ്റ മോളാണ് ഒരു കുടുംബത്തിൽ, 23 വയസ്സെത്തി, സാമ്പത്തികമായി വലിയ ഉന്നത നിലയിലുള്ളൊരു കുടുംബം. ഈ പെൺകുട്ടിക്ക് മറ്റൊരു ചെറുപ്പക്കാരനോട് അവിഹിത ബന്ധം. ഈ ബന്ധമെന്ന് പറഞ്ഞാൽ മറ്റൊരു മതത്തിൽപ്പെട്ട ചെറുക്കനാണ്, അവനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് കടന്നുകൊണ്ട് പ്രശ്നത്തോട് പ്രശ്നം. ഈ വീട്ടുകാർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ പൊന്നുമോള്, ഞാനും ഈ മകളും തമ്മിൽ ഞങ്ങൾ അത്രേ സ്നേഹത്തിലാച്ച, പക്ഷേ
ഇതെന്നു മുതലാണ് ഈ ബന്ധം തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, എന്ന് മുതൽ ഇവള് രഹസ്യമൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങിയത്? എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മകള് ഇപ്പം എന്നോടൊന്നും പറയാറില്ല. അച്ഛാ ഇതെന്നാ പറ്റി എൻ്റെ മകൾക്ക്? ഞാൻ ആ പെൺകുട്ടിയോട് വ്യക്തിപരമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയേ? നീയും നിൻ്റെ അമ്മയും തമ്മിൽ അത്രേ സ്നേഹത്തിലായിരുന്നല്ലോ. അപ്പോഴാണ് ഈ പെൺകുട്ടി പറഞ്ഞത്, അച്ഛാ ഞാൻ എല്ലാ ദിവസവും കോളേജിൽ നിന്ന് വന്ന് അടുക്കളയിൽ എനിക്ക് വേണ്ടി അവിടെ ഇരിക്കാനൊരു സ്റ്റൂളുണ്ട്, അവിടെ ഇരിക്കും. എന്നിട്ട് അമ്മ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. ആ സമയത്ത് ഞാൻ കോളേജിൽ വിശേഷം ഇങ്ങനെ എല്ലാം പറയും. അച്ഛാ എനിക്ക് പണ്ട് തൊട്ടുള്ള സ്വഭാവമാണ്, എനിക്കിതെല്ലാം പറയണം, ആരോടെങ്കിലും പറയണം. പ്രത്യേകിച്ച് എൻ്റെ അമ്മയോട് ഞാനിതെല്ലാം പറയും. കോളേജിൽ നടന്ന ഓരോരോ കാര്യങ്ങളും, ആ ടീച്ചർ അങ്ങനെ പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ പെരുമാറി, എല്ലാം പറയും. അച്ഛാ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ അവിടെ വന്നിരുന്ന് ഞാൻ ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കാവോ? കുറേ നാളായല്ലോ നീ ഇങ്ങനെ കുറുകുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നീ നിർത്ത്, നിൻ്റെ ഈ വർത്താനം കേൾക്കാൻ എനിക്ക് സമയമില്ല. അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഞാൻ അറിഞ്ഞില്ല. അച്ഛാ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമായി. ഞാൻ പിന്നെ മൊബൈൽ എടുത്ത് മുറിക്കകത്ത് പോയിരുന്ന് എനിക്ക് ഈ വിശേഷങ്ങൾ ആരോടെങ്കിലും പറയണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആരോട് പറയും? ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പഴയൊരു ഫ്രണ്ട് റിക്വസ്റ്റ് കിടപ്പുണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. എൻ്റെ അച്ഛാ, ഞാൻ ഇന്ന് വരെ കാണാത്തൊരു ചെറുപ്പക്കാരൻ, ഇന്ന് വരെ എനിക്ക് അവനോട് ഒരു പരിചയമില്ല. ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ട് ഹായ് ഹായ്. അച്ഛാ അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? ഞാൻ പറയുന്നത് മുഴുവൻ അവൻ കേട്ടിരിക്കും. ഞാൻ പറയുന്ന മുഴുവൻ അവൻ കേട്ടിരിക്കും. എന്നെ ആശ്വസിപ്പിക്കും അച്ഛാ, എന്നെ ആശ്വസിപ്പിക്കും. ഇതാണ് അവൻ്റെ പ്രത്യേകത, ആ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത. എൻ്റെ അമ്മ എന്നെ കേട്ടില്ല, പക്ഷെ ഈ ചെറുപ്പക്കാരൻ എന്നെ കേട്ടു. ഞാൻ ഈ വീട്ടുകാരെ വിളിച്ചിട്ട്, പ്രിയപ്പെട്ടവർ, ഈ ചെറുപ്പക്കാരനെ അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാം? ഇവൻ ഒരേ സമയം 10-12 പെൺകുട്ടികളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. ഇവൻ്റെ കൂട്ടുകാർ ഇവനെ വിളിക്കുന്നത് ആശ്വാസപുത്രൻ എന്നാണ്. കാരണം ഇവൻ്റെ പണി തന്നെ ഈ പെൺകുട്ടികൾ പറയുന്നത് കേട്ട് ആശ്വസിപ്പിക്കുക. ഓരോ പെൺകുട്ടിയുടെയും വിചാരം ഇവരെ മാത്രമേ ആശ്വസിപ്പിക്കുന്നുള്ളതാണ്. എന്നാൽ ഇവൻ ഒരേ സമയം 10-12 പേരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസപുത്രനാണ്. ദേ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കേൾക്കേണ്ടവരെ നമ്മൾ കേട്ടില്ലെങ്കിൽ നാട്ടുകാർ കേൾക്കാൻ വരും. ആശ്വാസപുത്രന്മാർ പലരും വരും. കുടുംബത്തിലെ സമാധാനം തകർത്തുകളെയും. ദേ ഈശോ ഇന്ന് എന്നെയും നിന്നെയും വിളിക്കുന്ന എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? പരസ്പരം കേൾക്കണം, അതിന് സമയം കൊടുക്കണം, കണ്ടെത്തണം. തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ നിൻ്റെ ഈ സ്വഭാവം, മറ്റുള്ളവരുടെ മുമ്പിൽ അസസ്മെൻ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന, എന്നെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നുവെന്ന് ചോദിക്കുന്ന ഈ വലിയ ഒരു മനോഭാവം, തുറവിയുടെ മനോഭാവത്തിലേക്ക് വളരാനുള്ള കൃപ ആരാധന സമയത്ത് നമുക്ക് കർത്താവ് പ്രദാനം ചെയ്യും. നമുക്കൊരുമിച്ച് തുടർന്നുള്ള സമയത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിച്ച് ആമേൻ. ആരാധന യേശുവേ, ആരാധിക്കുന്ന കർത്താവേ, ചേർന്ന് പാടിക്കുക ആരാധന. ആമേൻ. ഓ ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന യേശുനാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയുടെ മുമ്പിൽ സാധിക്കുന്നവർ മുട്ടുകുത്തുക. എന്നിട്ട് ഈശോയോട് ചോദിക്കണം, ഈശോയെ, നിന്റെ സ്വഭാവങ്ങൾ എൻ്റെ ഉള്ളിൽ വളരാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈശോ മറ്റുള്ളവരോട് ചോദിച്ചു, എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? യേശുവിൻ്റെ ഈ സ്വഭാവം നമ്മുടെ ബന്ധങ്ങളിൽ സ്വീകരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ യേശു പറയുന്നു, മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം, മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം. എൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാൽത്താര നിന്നോട് പറയുന്നു, നിന്റെ വീട്ടിൽ നീ മറ്റുള്ളവരെ കേൾക്കാറുണ്ടോ? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ കേൾക്കാറുണ്ടോ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കേൾക്കാറുണ്ടോ? മാതാപിതാക്കളെ, മക്കൾക്ക് സമയം കൊടുക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയം ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരസ്പരം കേൾക്കാൻ, ഇരുന്നു കൊടുക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മനസ്സിലാക്കാനുള്ള വലിയ കൃപ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിക്കൊണ്ട് ഈ വരം നമുക്ക് ചോദിച്ചു മേടിക്കാം. ശ്രവിക്കുവാൻ എന്നിൽ വരമേകണേ, സ്നേഹിക്കാൻ എന്നിൽ കൃപയേകണേ. യേശുവേ, ശ്രവിക്കുവാൻ എന്നിൽ വരമേകണേ, യേശുവേ, സ്നേഹിക്കാൻ എന്നിൽ കൃപയേകണേ. ആഗ്രഹിക്കാം. ശ്രവിക്കുവാൻ എന്നിൽ ആമേൻ. വരമേകണേ, സ്നേഹിക്കാൻ എന്നിൽ കൃപയേകണേ. എല്ലാവരും പ്രാർത്ഥിക്കും. ശ്രവിക്കുവാൻ എന്നിൽ വരമേകണേ, സ്നേഹിക്കാൻ എന്നിൽ കൃപയേകണേ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടോ? ജീവിത പങ്കാളിയെക്കുറിച്ച് സംശയമുണ്ടോ? ജീവിത പങ്കാളിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വഴക്കിലോ തെറ്റായ ജീവിത വഴികളിലാണോ? ഈ സമയം നിന്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടാൻ പോകുന്ന സമയമാണ്. നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിൽ ഏത് ബന്ധത്തിലാണ് തകർച്ചകളുള്ളത്, ആ തകർച്ചകളെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. ഈ ശുശ്രൂഷ സമയം ഇത് നിന്റെ കുടുംബത്തിൽ ദൈവം ഇടപെടുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഒരുപക്ഷെ എന്തെങ്കിലും പിണക്കത്തിലുണ്ടോ, എന്തെങ്കിലും ഭാരത്തിലുണ്ടോ നിന്റെ കുടുംബം? ഒരുപക്ഷെ നീണ്ട നാളായി സംസാരിക്കാതെ അകന്നു കഴിയുന്ന കുടുംബ ബന്ധങ്ങളുണ്ടോ? ഒരു കൊച്ചു സൗന്ദര്യപ്പിണക്കം പോലും ആവാം, അത് വളർന്ന് വലിയ ഭാരമായിട്ട് മാറിയിട്ടുണ്ടോ? ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. പരസ്പരം വഴക്കിലും അസ്വസ്ഥതയിലും കഴിയുന്ന കുടുംബ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. പരസ്പരം സ്നേഹിക്കാനും അംഗീകരിക്കാനുമുള്ള വലിയ കൃപ കർത്താവ് ചൊരിയട്ടെ. കുടുംബങ്ങൾ പാരമ്പര്യമായിട്ട് കടന്നു വന്നിട്ടുള്ള തിന്മയുടെ നാരക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ വ്യക്തികളിലേക്കും കടന്നു വരട്ടെ. ഈ ശുശ്രൂഷ സമയം അത്ഭുതകരമായൊരു ശക്തി നിന്റെ കുടുംബത്തിലോട്ട് കടന്നു വരട്ടെ. അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ കടന്നു വരട്ടെ. വെറുപ്പിൻ്റെ വിരോധത്തിൻ്റെയും പൈശാചിക ശക്തികളെ യേശുവിൻ്റെ അത്ഭുതനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധീകരിക്കണമേ. സ്വാർത്ഥത കൂടാതെ മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധയോടെ ജീവിക്കാൻ ശക്തിയും ബലവും നൽകണമേ. എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വരമേകണേ, യേശുവേ, സ്നേഹിക്കാൻ എന്നിൽ
കൃപയേകണേ. യേശുവേ, ശ്രവിക്കുവാൻ എന്നിൽ വരവേകണേ. സ്നേഹിക്കാൻ എന്നിൽ കൃപയേകണേ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശു നിന്നെ ആശീർവദിക്കാൻ പോകുന്ന സമയം. ഈശോ നിന്നെ ആശീർവദിക്കുമ്പോൾ കരങ്ങൾ കൂപ്പി സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഈ ആശീർവാദം നിന്റെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, നമ്മുടെ കമ്മ്യൂണിറ്റികളെ വിശുദ്ധീകരിക്കട്ടെ, തർക്കങ്ങളും പിണക്കങ്ങളും കർത്താവെടുത്ത് മാറ്റട്ടെ. ആ വലിയ ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും